കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ റൂമിന്റെ ഡോറിനരികിലെത്തുന്ന സുധീഷ് നിധി തന്നെ പരിഹസിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. തനിക്ക് വിവരമുണ്ടോടോ? പോത്തുപോലെ വളർന്നല്ലോ. ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഏതാണ് സ്ഥലമെന്ന് പോലും മനസ്സിലാക്കാതെ എവിടെയും ചെന്ന് കയറി റൗഡിത്തരം കാണിക്കാമെന്നാണോ വിചാരം? ഒന്നാമതായി സാർ എന്നെയല്ല ചീത്ത വിളിച്ചത്. ഇനി അഥവാ എന്നെയാണ് ചീത്ത വിളിച്ചതെങ്കിലും അവിടെ വന്ന് ചോദിക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല. കയറി വന്ന് ആരാ നിധിയെ ചീത്ത വിളിച്ചതെന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. അതിനാരാ നിങ്ങളെ എന്നൊക്കെയെന്ന് ഓഫീസിൽ കയറി ചെന്നതിന് പരിഹസിച്ചതും വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാമെന്ന് സുധീഷ് പറയേ, നികേഷേ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ, എന്നാ നീ എന്നെ പഠിപ്പിച്ചാൽ മതിയെന്ന് പറയുന്നതും എല്ലാം കൂടിയോർക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം നിനക്ക് ഇന്ന് ഞാൻ തരാടി എന്ന് പറഞ്ഞവൻ വാതിൽ തള്ളി തുറക്കുകയാ. കട്ടിലിൽ കിടക്കുന്ന നിധിയെ നോക്കിക്കണ്ടവൻ മനസ്സിൽ പറയുന്നുണ്ട്, നിധി നിന്റെ ഭാര്യയാ, അവളുടെ മേൽ നിനക്ക് എല്ലാ അധികാരവുമുണ്ട്. നീ എന്തിനാ ആലോചിച്ച് നിൽക്കണേ സുധീഷേ? ഭർത്താവിന്റെ അധികാരത്തെ നീ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ ഒരിക്കലും നിന്റെ ഭാര്യയായി മാറാൻ പോകുന്നില്ല. നീ അവളുടെ ഭർത്താവാണെന്ന് ഇന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് കട്ടിലിൽ കിടക്കുന്ന നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, ആലോചിച്ചു നിൽക്കല്ലേ സുധീഷേ, തോമസ് ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മടിച്ചു നിന്നാ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയാത്തവനാണെന്ന് അവൾക്ക് തോന്നും. നിനക്ക് നിധിയെ ഇഷ്ടമല്ലേ? നിന്റെ ഭാര്യയല്ലേ അവള്, പിന്നെ എന്തിനാണ് ആലോചിക്കുന്നതെന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ നിധിയുടെ അരികിലേക്ക് കയറി കിടക്കയാ. ചെരിഞ്ഞു കിടന്നവൻ നിധിയെ ചിരിയോടെ നോക്കി നിൽക്കേ. ചെരിഞ്ഞു കിടക്കുന്ന നിധിയും മദ്യത്തിന്റെ മണം മൂക്കിലടിച്ച് പെട്ടെന്ന് കണ്ണു തുറക്കുകയാ. മുന്നിൽ കിടക്കുന്ന സുധീഷ് ചിരിയോടെ ഹായ് എന്നവളോടായി പറയുമ്പോഴേക്കും അവൾ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ്, സുധീഷേ എന്താ ഈ കാണിക്കുന്നേ? ബെഡിൽ നിറങ്ങിയേ, ഇറങ്ങാൻ എന്ന് പറഞ്ഞവൾ കട്ടിലിൽ നിന്നിറങ്ങി ലൈറ്റ് ഇടുകയാ. എന്താ ഈ കാണിക്കുന്നേ? ഇറങ്ങിപ്പോയേ ഈ റൂമിന്ന് എന്ന് നിധി ബഹളം വെക്കേ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന നിധി? ഞാൻ അന്യനൊന്നുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ, നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞതല്ലേ, ഞാൻ എന്തിനു പിന്നെ പുറത്ത് കിടക്കണമെന്ന് കുഴഞ്ഞ നാവോടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. സുധീഷിനോട് പുറത്ത് കടക്കാനാ പറഞ്ഞത് എന്ന് നിധി വീണ്ടും ബഹളം വെക്കേ. നിധി, ഞാൻ ഇന്നു മുതൽ ഇവിടെ തന്നെ കിടക്കും. ചേട്ടന്റെയും അനിയന്മാരുടെയും കൂടെയുള്ള ഹാളിലുള്ള കിടപ്പങ്ങ് നിർത്തി എന്ന് പറഞ്ഞവൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന്, ഞാൻ ദേ നിന്റെ കൂടെ ഇവിടെ തന്നെ കിടക്കും എന്ന് ഉറപ്പിച്ചു പറയേ. മുറിന്ന് പുറത്തു പോവാനാ പറഞ്ഞത് എന്ന് നിധിയും ഒച്ചവെക്കുന്നുണ്ട്. ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, ഓഹോ ഞാൻ എന്തിനു പോണം എന്ന് സുധീഷ് ചോദിക്കേ. ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് നിധി ഒച്ചവെക്കുന്നുണ്ട്. ഞാൻ എന്തിനു പോണെന്നാ ചോദിച്ചേ? പറ, നീ എന്തിനാടി എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ അടിച്ചോടിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നീ എന്ത് ചെയ്യും പറ. റോഡിൽ തെണ്ടി തിരിച്ച് നടക്കുന്നവരോട് പോലും ഇതിലും മര്യാദയോടുകൂടി നീ പെരുമാറാറുണ്ട്. ഞാനേ നിന്റെ ഭർത്താവാ, അത് നീ മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഞാൻ നിന്റെ കൂടെ ഈ മുറിയിലിരിക്കാതെ വേറെ എവിടേക്കും പോവില്ല എന്നവൻ തീർത്തു പറയേ. സുധീഷ് എന്താ നിനക്ക് പറ്റിയേ? എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇവിടുന്ന് പോ പ്ലീസ് എന്ന് നിധി ഒച്ചവെക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷ് അവളുടെ നേരെ നടന്നടക്കുമ്പോഴേക്കും നിധിയും പുറകിലേക്ക് നടന്നു ചെന്ന് ചുമരും ചാരി നിൽപ്പാ. നീ എന്തിനാ നിധി ഇങ്ങനെ പിന്നോട്ട് പോണത്? എന്നെ കണ്ട വല്ല പ്രേതവും പിശാചുമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ 2 അടി മുന്നോട്ട് വെക്കുമ്പോൾ നീ 4 അടി പുറകോട്ട് പോകുന്നു. നിധി, നീ എന്റെ ഭാര്യയാണ്. നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലിയും കിടപ്പുണ്ട്. നിയമപ്രകാരം നമ്മൾ രണ്ടുപേരും ഇപ്പോ ഭാര്യയും ഭർത്താവുമാ. അപ്പോ ഞാൻ അടുത്തേക്ക് വന്നാ നിനക്ക് അത്രയ്ക്കും പേടി എന്തിനാ മോളെ? ദേ നോക്ക്, ഞാൻ ഇനി മുതൽ ഈ റൂമിലാ കിടക്കാൻ പോകുന്നത് എന്നവൻ വീണ്ടും പറയേ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത് എന്ന് നിധിയും. പോവാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്നാ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞവൾ ഡോറിന് നേരെ നടക്കുമ്പോഴേക്കും സുധീഷ് ഓടിച്ചെന്ന് ഡോർ അടച്ച്, നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെയും പോകുന്നില്ലെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് നിർത്തുക. സുധീഷ് കാണിക്കുന്നത് അനാവശ്യമാ, ദയവ് ചെയ്ത് മാറി നിൽക്ക് എന്നവൾ പറയേ. മാറി നിൽക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ എന്ന് സുധീഷും. അത് കേൾക്കെ നിധിയും പേടിയോടെ സുഭാഷേട്ടാ എന്ന് അലറി വിളിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ഡോറിന്റെ കുറ്റിയിട്ട്, അയ്യോ ഒരു സുഭാഷേട്ടൻ. എന്ത് സുഭാഷേട്ടൻ? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ സുഭാഷേട്ടാ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് എന്നവൻ ചോദിക്കേ. നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞത് എന്ന് നിധി. തുറക്കാൻ എനിക്ക് പറ്റൂലെങ്കിലോ എന്ന് സുധീഷ് ചോദിക്കേ. സുഭാഷേട്ടാ ഒന്നിങ്ങോട്ട് വാ, സുഭാഷേട്ടാ ഒന്ന് വാ സുഭാഷേട്ടാ എന്ന് ഉച്ചത്തിൽ വിളിച്ച്, സുധീഷ് കതക് തുറക്ക്, മുന്നിന്ന് മാറി നിൽക്ക് എന്നൊക്കെ നിധി പറയേ. തുറക്കില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് സുധീഷും. എന്തിനിങ്ങനെ വാതിൽ കുറ്റിയിട്ടെ എന്ന് ചോദിച്ച് വീണ്ടും അവൾ സുഭാഷേട്ടാന്ന് നീട്ടി വിളിക്കുക. ഒച്ച വെക്കല്ലേ, അവരുറങ്ങട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് സുഭാഷും ഞെട്ടി ഉണർന്ന് നികേഷിനെയും ഹരീഷിനെയും എല്ലാം എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോഴും സുഭാഷേട്ടാന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക നിധി. സുഭാഷ് അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് ഡോറിൽ തട്ടി, നിധി മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സുഭാഷേട്ടാ എന്നവൾ കരച്ചിലോടെ വിളിക്കേ. എന്താ മോളെ, എന്തിനാ കതക് പൂട്ടിയിട്ടിരിക്കുന്നേ? എന്താ പ്രശ്നം എന്ന് സുഭാഷ് ചോദിക്കേ. എഴുതി എന്താ പറ്റിയെന്ന് നികേഷും വിളിച്ച് ചോദിക്കുന്നുണ്ട്. സുധീഷ് അകത്ത് വന്ന് കതക് കുറ്റിയിട്ടിരിക്കുക സുഭാഷേട്ടാ എന്നവൾ വിളിക്കേ. സുധീഷേ എന്ന് സുഭാഷും ഉച്ചത്തിൽ വിളിക്കുന്നു. എന്നെ പുറത്തേക്ക് വിടുന്നില്ല സുഭാഷേട്ടാ, എനിക്ക് പേടിയായിട്ട് വയ്യ സുഭാഷേട്ടാ എന്നൊക്കെ അവൾ നിലവിളിക്കേ. സുധീഷേട്ടാ കതക് തുറക്ക്, സുധീഷേട്ടാ എന്ന് പറഞ്ഞ് ഹരീഷും ഡോറിൽ മുട്ടുകയാ. എടാ സുധീഷെ വാതിൽ തുറന്നേ എന്ന് സുഭാഷേട്ടനും വിളിക്കേ.
പോടാ, ഇവന്മാരെ കൊണ്ട് വലിയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ന്യായം പറയാൻ വന്നേക്കുന്ന ഒരു ന്യായാധിപൻ എന്നൊക്കെ സുധീഷ് പറയാ. തുറക്കുന്നുണ്ടോ ഇല്ലയോ, മാറങ്ങോട്ട് എന്ന് നിധിയും ഒച്ചവെക്കുകയാ. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല എന്ന് സുധീഷ് വീണ്ടും തീർത്ത് പറയാ. സുഭാഷ് ഏട്ടാ ഒന്ന് തുറക്കാൻ പറ എന്ന് നിധിയും. അപ്പോഴേക്കും അവിടുത്തെ ബഹളങ്ങളെല്ലാം കേട്ട് അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. നിധി സുഭാഷ് ഏട്ടനെ വിളിച്ച് കതക് തുറക്കാനായി കരഞ്ഞു വിളിക്കുകയും സുഭാഷും കൂട്ടരും സുധീഷിനെ വിളിച്ച് കതക് തുറക്കാനായി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ നിധി, ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാണ് ഈ സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നത് എന്നവൻ അവളോടായി ചോദിക്കെ. എടാ പുറത്തോട്ട് വാടാ, എടാ കതക് തുറന്ന് പുറത്തോട്ട് വരാൻ എന്ന് സുഭാഷ് ഏട്ടനും അലറി വിളിക്കുന്നുണ്ട്. ഇയാളൊന്നും മിണ്ടാതിരിക്കടോ എന്ന് സുധീഷ് പറയേ. കള്ളു കുടിച്ചിട്ടാണോ അകത്തേക്ക് കയറി ചെന്നത് എന്ന് അച്ഛനും പിറുവിറുക്കുന്നുണ്ട്. നിധി വീണ്ടും സുഭാഷ് ഏട്ടാന്ന് കരഞ്ഞു വിളിക്കേ. അവളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ച് നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. കാട്ടിലേക്ക് വീണ സുധീഷും വിളിച്ച് പറയുന്നുണ്ട്, എന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ നിധി, മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നിധിയും ആ ഡോർ തുറക്കുകയാണ്. ബെഡിലിരിക്കുന്ന സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് മോളെ എന്താ ഉണ്ടായതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഞാൻ അറിയാതെ മുറിക്കുള്ളിൽ കയറി വന്ന് സുധീഷിന്റെ കട്ടിലിൽ കയറി കിടന്നു സുഭാഷ് ഏട്ടാ. ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പറഞ്ഞ് വാതിൽ കുറ്റിയിട്ടു എന്നവൾ പറയുന്നതിലേക്ക് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി. ഇടാ എന്താടാ ഇത്, എന്താ നീ കാണിച്ചതെന്ന് സുഭാഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും ഉത്തരം പറയടാ, എന്താ ചെയ്തതെന്ന് എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കേ. എന്താ ന്യായം ചോദിക്കാൻ വന്നതാണോ മൂന്നുപേരും? എന്റെ ഭാര്യയുടെ കിടക്കയില് ഞാനല്ലാതെ പിന്നെ ആര് വന്ന് കിടക്കും? ഞാനല്ലേ അവളുടെ ഭർത്താവ്. അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങളൊക്കെ ചോദിക്കാൻ വന്നിരിക്കുക. ഛേ എന്ത് കഷ്ടായത് എന്ന് സുധീഷ് പറയേ. എന്ത് നാണം കെട്ട പരിപാടിയോടോ ചെയ്യുന്നേ എന്ന് ഹരീഷും. മിണ്ടാതിരിക്കടാ, അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. ഞാനും അവളും ഈ മുറിയിൽ കിടന്നൊന്ന് വെച്ച് എന്താ ഇപ്പൊ ഉണ്ടാവാൻ പോണേ? ലോകത്തിനിപ്പോ എന്താ പ്രശ്നം? അതൊക്കെ പോട്ടെ, നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? പറ, എന്റെ ഭാര്യയല്ലേ അവള്, ഭാര്യയല്ലേന്ന് എന്നൊക്കെ സുധീഷ് ചോദിക്കേ. മുറിയിൽ വന്നപ്പോ മുതൽ സുധീഷ് ഇങ്ങനെയാണെന്ന് നിധിയും. യോ നിധി മോളെ, നീ എന്തിനാ ഇങ്ങനെ പരാതിപ്പെടുന്നത്? നിന്റെ ഭർത്താവായ ഞാൻ നിന്റെ മുറിയിൽ കടന്നു വന്ന അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേന്ന് അലറാണോ വേണ്ടത്? എന്റെ തങ്കമേ, എന്താ മോളെ നീ ഇങ്ങനെ എന്ന് സുധീഷ് ചോദിക്കേ. നിർത്തടാ എന്ന് സുഭാഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കള്ളു കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് എടാ ആ കുട്ടിയാകെ പേടിച്ചു വിറച്ചു നിൽക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. അതാണ് ഞാനും ചോദിക്കുന്നത്, അവൾ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്താ അവളിപ്പോ ചെയ്തേ പറ? ഞാൻ ഈ മുറിയിലേക്ക് വന്നു, അവളുടെ കൂടെ കട്ടിലിൽ കിടന്നു. അപ്പോഴേക്കും അയ്യോ രക്ഷിക്കണേന്ന് നിലവിളിക്കാൻ അവളും. അത് കേട്ട ഉടനെ ചാടിക്കേറി രക്ഷപ്പെടുത്താൻ നിങ്ങൾ കുറെ ആങ്ങളമാരും. സുഭാഷ് ഏട്ടാ, അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ എന്താ അവളുടെ മുറിയിൽ കിടക്കാൻ പാടില്ലേ? എനിക്ക് കിടക്കാൻ പാടില്ലേന്ന് എന്നവൻ ചോദിക്കുമ്പോഴേക്കും സുഭാഷ് അവന്റെ കർണത്ത് ആഞ്ഞടിക്കുകയാ. ബെഡിലേക്ക് വേണ സുധീഷിനെ വീണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് സുഭാഷ് അലറി വിളിക്കേ. സുഭാഷ് ഏട്ടാ, എന്തിനാ ഇപ്പൊ നിങ്ങൾ എന്നെ തല്ലിയത്? ഞാൻ ഏതോ വീട്ടിൽ ആരുടെയോ ഭാര്യയുടെ കൂടെയാണോ പോയി കിടന്നേ? ഇതെന്റെ വീട് തന്നെയല്ലേ? ആണല്ലോ, ഇതെന്റെ ഭാര്യ തന്നെയാണല്ലോ. ഞാൻ അവളുടെ മുറി വന്ന അവൾക്ക് എന്താ പ്രശ്നം? പോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പ്രശ്നം? ന്യായം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് എന്നെ ഇവിടെ കിടത്തുക വേണ്ടത്, അല്ലാതെ അവൾ വിളിച്ച എന്നെ തല്ലുകയല്ല വേണ്ടത്. ശരിയല്ല സുഭാഷ് ഏട്ടാ, ഇതൊട്ടും ശരിയല്ല. നിങ്ങൾ തെറ്റായി ചെയ്യുന്നത്. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ ഈ മുറിയിലേ ഇരിക്കൂ, ഈ ബെഡിൽ അവളുടെ കൂടെ കിടക്കൂ, കാണാം എന്ന് സുധീഷ് ഉറപ്പിച്ചു പറയെ. സുഭാഷ് വീണ്ടും അവന്റെ കർണത്ത് ആഞ്ഞടിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് സുഭാഷ് ഏട്ടന് നേരെ കൈയുയർത്തുമ്പോഴേക്കും ഹരീഷ് അവനെ തടഞ്ഞ് തൊട്ടു പോകരുത്, കൈ താഴ്ത്തടോ, കൈ താഴ്ത്താനാ പറഞ്ഞത്, മൂക്കുമുട്ട കുഴിച്ചിട്ട് വാടോ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ബാക്കിയുള്ളവരും അവരുടെ പുറകെ പോകെ. മോളെ വാതിലടച്ചോ എന്ന് പറഞ്ഞ് അച്ഛനും അവിടുന്ന് പോവുകയാണ്. നിധി പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് കതക് ചാരി അതിൽ ചാരി നിന്ന് സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. ഹരീഷ് അപ്പോഴേക്കും സുധീഷിനെയും കൊണ്ട് വേറൊരു റൂമിലേക്ക് തള്ളിക്കൊണ്ട് കിടക്കടോ അവിടെ എന്ന് വിളിച്ചു പറയേ. സുധീഷും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുകയാ. വീണ്ടും അവനെ പിടിച്ച് കാട്ടിലേക്ക് തള്ളിയിട്ട് ഒരു മനുഷ്യനാണോ നിങ്ങള്, എന്തൊക്കെ ഈ കാണിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ എന്തു ചെയ്തെന്നാടാ നീ പറയുന്നത്? എടാ അതെന്റെ ഭാര്യയാ, ഭാര്യയുടെ കൂടെ ഭർത്താവ് കിടക്കുന്നത് ഈ ലോകത്ത് ഇത്ര വലിയ തെറ്റാണോ എന്ന് സുധീഷ് ചോദിക്കേ. എടാ തനിക്ക് ഭ്രാന്താണോടോ, തന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ സുധീഷിനെ കട്ടിലേക്ക് ഇരുത്തുകയാണ്. സുധീഷ് വീണ്ടും എഴുന്നേറ്റുകൊണ്ട് ഞാൻ എന്തിനാടാ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കേ. ഈ രാത്രി ഇവരിവിടെ നിന്ന് ഇറങ്ങിപ്പോണോ എന്ന് ഹരീഷും ചോദിക്കുക. ഇറങ്ങിപ്പോവേ അവളോ? എടാ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് എന്തിനാടാ ഇറങ്ങി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അവളോട് ചോദിക്കണല്ലോ. നിധിന്ന് വിളിച്ച് സുധീഷ് വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് വീണ്ടും അവനെ കട്ടിലേക്ക് തള്ളിയിട്ട് ഇയാളോട് അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടെങ്കിലും എടാ എനിക്ക് പോണമെടാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പോവാനായി എഴുന്നേൽക്കുകയാണ്. ഹരീഷ് വീണ്ടും അവനെ കട്ടിലേക്ക് പിടിച്ച് തള്ളിയിട്ട് ദേ അനങ്ങി പോവരുത്, കൊന്നു കളയും ഞാൻ എന്നൊച്ചയെടുക്കെ. അവൾ എന്റെ ഭാര്യയാ, അവളോട് എനിക്ക് ലവ്വാ, അത് അവൾക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ നിധി, ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്, എന്നെ മനസ്സിലാക്ക് നിധി എന്നൊക്കെ ഓരോന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടപ്പാ സുധീഷും.
അവിടെ റൂമിലെ ബെഡിൽ സങ്കടത്തോടെ ഇരുന്ന് പൊട്ടിക്കരയുക നിധി. അപ്പോഴേക്കും സുഭാഷും നികേഷും അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് നിധിയോടായി, മോളെ കരയാതെ മോളെ, മോളെ സോറി എന്ന് പറയേ. നമ്മുടെ വീടല്ലേ സുഭാഷേട്ടാ, ഒരു പേടിയുടെ പോലും ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാ കഥക് പോലും അടയ്ക്കാത്തത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. മോളെ, അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ, സോറി എന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും നിധിയുടെ പൊട്ടിക്കരച്ചിൽ കണ്ട് സുഭാഷ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് അവൻ ഒരു ഗ്ലാസും വെള്ളവുമായി വന്ന് നിധിക്ക് കൊടുത്ത് കുടിക്കാനായി പറയുക. അവളത് വാങ്ങി കുടിക്കുമ്പോഴേക്കും, മോളെ സോറി, ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം, മോള് കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ പുറത്തുണ്ട്, ഒന്നും സംഭവിക്കില്ല, മോള് കിടന്നുറങ്ങ്, കിടക്ക് എന്നവളെ ആശ്വസിപ്പിച്ച് നികേഷിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാ സുഭാഷ്. സങ്കടത്തോടെ അപ്പോഴും ബെഡിലിരുന്ന് പൊട്ടിക്കരയുക നിധി. അപ്പോഴേക്കും സുധീഷ് വീണ്ടും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്, എടാ ഹരീഷേ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ, വിട്ടേ, എടോ അവളിന്റെ ഭാര്യയാടാ എന്ന് പറഞ്ഞ് വീണ്ടും പോവാൻ തുടങ്ങുന്നേരം, എടോ അവിടെ കിടക്കാനാടോ പറഞ്ഞത്, കിടക്കാൻ എന്ന് പറഞ്ഞ് ഹരീഷ് അവനെ കട്ടിൽ പിടിച്ചിരുത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടനും അപ്പോഴേക്കും അങ്ങോട്ട് എത്തുകയാ. ഞാൻ എന്തിനാ കിടക്കണേ, നിങ്ങൾ എന്തിനാ എന്നെ ഈ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്, അതല്ലേ എന്റെ മുറി, എന്റെ ഭാര്യയുടെ മുറിയല്ലേ എന്റേതും എന്നൊക്കെ സുഭാഷ് പറയേ. നന്നായി കുടിച്ചിട്ടുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷും സുഭാഷിനോടായി പറയുക. സുഭാഷ് ഏട്ടാ, എനിക്ക് പോണം, എന്നെ വിട്, ഞാൻ അവിടെ പോയി കിടക്കട്ടെ. എടാ ഹരീഷ്, അവൾ എന്തിനാടാ കരഞ്ഞേ, ഞാനല്ലേ ചെന്നത്, വേറെ ആരും അല്ലല്ലോ, അതിനെന്തിനാ അവൾ ഇങ്ങനെ സീരിയസ് ആവുന്നത്, ഞാൻ ഭർത്താവാണെന്നത് അവൾ ഇടയ്ക്ക് മറക്കുന്നുണ്ട്, അത് ഞാൻ ഇടയ്ക്ക് പോയി ഓർമ്മപ്പെടുത്തേണ്ട സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അവനെ വീണ്ടും ബെഡിലേക്ക് തള്ളിയിട്ട്, നന്നായി കുടിച്ചിട്ട് എന്താ പറയേണ്ടെന്ന് അറിയാതെ പൊളഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആരുടെ പുലമ്പണത്, ആരടാ എന്ന് ചോദിച്ച സുധീഷ് എഴുന്നേൽക്കുമ്പോഴേക്കും, മിണ്ടാതിരിക്കടോ അവിടെ എന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും അവനെ കട്ടിലിൽ പിടിച്ചിരുത്തുകയാ. അവൻ വീണ്ടും എഴുന്നേറ്റുകൊണ്ട്, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണമെന്ന്, നിയമപ്രകാരം അവൾ എന്റെ ഭാര്യയല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, അപ്പൊ നിങ്ങൾ എന്നെ അവളുടെ അടുത്ത് വിടാതെ അടച്ചിടുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, കേസ് കൊടുത്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും, ദൈവമല്ല കോടതി നിങ്ങളെ ശിക്ഷിക്കും, അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക പോ എന്ന് സുധീഷ് പറയും. ഹരീഷ് അവന്റെ വാ പൊത്തി പിടിച്ചുകൊണ്ട് വായടച്ച് കിടക്കടവിടെ എന്ന് പറഞ്ഞ് ബെഡിലേക്ക് വീണ്ടും തള്ളിയിടുകയാണ്. സുധീഷ് വീണ്ടും എഴുന്നേറ്റ്, ഞാൻ എന്തിനാണ് വായടയ്ക്കുന്നത്, എനിക്ക് അവളുടെ അടുത്ത് പോകണം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ സുഭാഷും ഹരീഷും കൂടി അവനെ പിടിച്ച് കട്ടിലിൽ കിടത്തുകയാണ്. അവിടെ കിടന്നവൻ നിധി നിധി എന്ന് അലറി വിളിക്കുന്നുണ്ട്. നിധി തങ്കമേ, ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സുധീഷും. പിന്നീട് രാവിലെയാകുമ്പോൾ സുഭാഷ് വന്ന് നിധിയുടെ റൂമിന്റെ കതകിൽ തട്ടി, നിധി മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് എണീറ്റ് വന്ന ഹരീഷും, ഏടത്തി ഇതുവരെ എണീറ്റില്ലേ എന്ന് ചോദിക്കേ. കാലത്ത് എഴുന്നേറ്റ് വന്നു, ചായ ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു, കുളിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി, പുറത്തേക്ക് കാണാതായപ്പോ വിളിച്ചതാ എന്നവൻ പറയേ. സുധീഷ് ഏട്ടനോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ദാ അകത്ത് കിടപ്പുണ്ട്, ഡാ ആ കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പോലും അറിയില്ല, അവൻ എന്താടാ ഇങ്ങനെ എന്ന് പറഞ്ഞ് സുഭാഷ് അവന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങുന്നേരം നികേഷ് എഴുന്നേറ്റ് വരികയാ. എടാ നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ എന്ന് സുഭാഷ് ചോദിക്കേ. ഏട്ടത്തി പുറത്തേക്ക് വന്നില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അവൾ വന്നോളൂ, നീ പോയി കുളിച്ചിട്ട് വാ ചെല്ലെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും നികേഷ് വീണ്ടും നിധിയുടെ റൂമിലേക്ക് നോക്കി നിൽപ്പാ. എടാ ചെല്ലടാ എന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും പറയേ. നികേഷ് അവിടുന്ന് പോകുന്നുണ്ട്. ഹരീഷ് അപ്പോഴേക്കും സുഭാഷിനോടായി, സുഭാഷ് ഏട്ടാ സാധാരണ ഏട്ടത്തി ഇങ്ങനെ അടച്ചിരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കേ. സാധാരണ പോലെ അല്ലല്ലോ ഇപ്പോ, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാ. പിന്നീട് നികേഷ് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓഫീസിൽ പോവാൻ റെഡിയായി നിധിയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവളേക്കാണെ സുഭാഷ് ഏട്ടനും, മോളെ നിധി പുറപ്പെട്ടോ എന്ന് ചോദിക്കെ അവളും സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് നടന്നു വരുന്നുണ്ട്. മോളെ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു ഇന്നലെ നടന്നത്, സുധീഷ് ചെയ്തത് വലിയ തെറ്റാണ്, ഞാൻ മോളോട് മാപ്പ് ചോദിക്കുക, വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ എന്ന് സുഭാഷ് സങ്കടത്തോടെ പറയേ. സുഭാഷ് ഏട്ടൻ എന്തിനാ മാപ്പ് പറയുന്നേ, അതിന് സുഭാഷ് ഏട്ടൻ എനിക്ക് നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് നിധിയും ചോദിക്കുക. നികേഷും പറയുന്നുണ്ട്, ഏടത്തിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും, സോറി ഏട്ടത്തിന്ന്, അത് വിട്, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാന്ന് നിധി പറയേ. അല്ല മോളെ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് സുഭാഷ് ഏട്ടനും. സാരമില്ല, ഞാൻ ഇറങ്ങാന്ന് നിധി വീണ്ടും പറയേ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, ഞാൻ ലഞ്ച് തന്നു വിടാമെന്ന് സുഭാഷും. അത് സാരമില്ല ഏട്ടാന്ന് നിധി പറയേ. ദോശ ഉണ്ടാക്കാം, അതെങ്കിലും കഴിച്ചിട്ട് പോയെന്ന് സുഭാഷും. വിശപ്പില്ല സുഭാഷ് ഏട്ടാ വേണ്ട എന്ന് പറഞ്ഞ് നിധി പോവാൻ തുടങ്ങിയ. ഏടത്തി ഞാൻ കൂടി വരാമെന്ന് നികേഷ് പറയുന്നുണ്ട്. കോളേജിലേക്ക് ഇനിയും സമയമുണ്ടല്ലോ, നീ പതുക്കെ പോയാൽ മതിയെന്ന് നിധി പറയേ. അയ്യോ തനിയെ പോവേണ്ടെന്ന് നികേഷും. അത് സാരമില്ല, ഞാൻ പൊയ്ക്കോളാമെന്ന് നിധി പറയേ. സുഭാഷും പറയുന്നുണ്ട്, മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒരു ചായ പോലും കുടിക്കാതെ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയേ. ഇപ്പോ ഒന്നും വേണ്ട സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. ഏടത്തി ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ഹരീഷ് ചോദിക്കേ. വേണ്ട ഹരീഷേ, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് ഇറങ്ങിപ്പോവേ. ആകെ ടെൻഷനോടെ അവളെ നോക്കി നിൽക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധി തന്റെ ഫ്രണ്ടിന്റെ കൂടെ ഹോസ്റ്റലിൽ റൂം അന്വേഷിച്ചു പോകുന്നതും മദ്യലഹരി വിട്ടുണർന്ന സുധീഷിനെ സുഭാഷ് ഏട്ടൻ വഴക്കു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.